ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു കാരണമാണോ, അതോ കോമൺ കാരണം എന്ന് നമുക്ക് പറയാനുണ്ടോ? ഇൻസോംനിയ വരാനുള്ള മെയിൻ ആയിട്ട് നമുക്ക് 5 കാരണങ്ങളാണ് പറയാൻ പറ്റുക. ഒന്ന് നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുക. ഒരു പക്ഷേ ഉറക്കക്കുറവുള്ള ആ ഒരു വ്യക്തിക്ക് സൈക്കോളജിക്കൽ കോസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഒരു പക്ഷേ അടുത്തിടെ ഉണ്ടായ ഏറ്റവും അടുത്ത ആരെങ്കിലും ഒരു മരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെന്റൽ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ്, എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ട് അവരുടെ ലൈഫിന് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രഷർ ആയിരിക്കാം. അങ്ങനെ സൈക്കോളജിക്കലി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആൻഷൈറ്റി ഇഷ്യൂസ് വരുത്തുന്നത് അവർക്ക് സൈക്കോളജിക്കലി അവരുടെ ഉറക്കത്തെ കുറയ്ക്കാൻ കാരണമാകാം. അതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു എല്ലാ ഏജുകാരിലും കണ്ടുവരുന്ന ഒരു മെയിൻ കോസ് ഓഫ് ഇൻസോമിയ നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇപ്പോ ചിലരെ സംബന്ധിച്ച് എസ്പെഷ്യലി ഈ നഴ്സുമാര്, മെഡിക്കൽ ഫീൽഡില് ഒക്കെ വർക്ക് ചെയ്യുന്ന IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അവരുടെ ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ കാരണം അവരുടെ ടൈമിങ്ങില് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് അവർക്കൊരു ടൈം ഫിക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അവരുടെ മൊത്തം അവരുടെ ഇന്റേണൽ ക്ലോക്ക് ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കാരണം, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഷെഡ്യൂളിലെ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു കാരണമാവാം. അത് രണ്ടാമത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ഡയറ്ററി കോസസ് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, സിങ്കിന്റെ ഡെഫിഷ്യൻസി, കൂടാതെ വൈറ്റമിൻ B12, അങ്ങനെ ഉറക്കം, ഈ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിനെ സഹായിക്കാതിരിക്കുന്ന ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കുറവാകുമ്പോൾ ഉണ്ടാകുന്ന കാരണവശാലും നമുക്ക് ഉറക്കം ഇല്ലാത്തൊരവസ്ഥ വരാം. അപ്പോൾ അതൊരു ഡയറ്ററി കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ കോസ് ആയിരിക്കാം. ഒരു പക്ഷെ വേറെ വല്ല മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ കൂടാതെ കിഡ്നി ഇഷ്യൂസ്, ഇതിന്റെയൊക്കെ മരുന്ന് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ട് തൈറോയിഡ് ഇഷ്യൂ, ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളവർക്കും ഉറക്കത്തിന് അതിൻ്റെതായിട്ടുള്ള ഉറക്കക്കുറവിന് കാരണങ്ങളാവാം. അപ്പൊ അതൊരു മെഡിക്കൽ കോസ് എന്ന് നമുക്ക് പറയാം. അഞ്ചാമതായിട്ട് എൻവയറമെന്റൽ കോസ് ആണ്. ഇപ്പൊ ചിലരെ സംബന്ധിച്ച് അവർക്ക് ചിലർ പറയുന്ന നമുക്ക് അവരവർ കിടക്കുന്ന ബെഡും ആ റൂമും ആ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിലേ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് ഓഫ് ക്ലൈമാറ്റ്, വെതർ, ഇതൊക്കെ ഒരു കാരണവും ആവാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.